ഹാഗാർ ഡയറിയിൽ എഴുതി, എന്റെ തലമുറ ഏറ്റവും വലിയൊരു കോട്ടയത്തു നിന്ന് വന്ന പാസ്റ്റർ ഇതേ ദൂത് തന്നെ പറഞ്ഞു, കൊല്ലത്തു നിന്ന് വന്ന പാസ്റ്റർ ഇതേ ദൂത് തന്നെ പറഞ്ഞു, ഹൈദരാബാദിൽ നിന്ന് വന്ന പാസ്റ്റർ ഇതേ. അപ്പൊ ഹാഗാർ ആന്റിയുടെ ഡയറി മൊത്തം എന്തോ ചെയ്തു? പ്രവചനം കൊണ്ട് അങ്ങ് നിറഞ്ഞു. കാരണം തലമുറയെ കുറിച്ചുള്ള ദൂത് തലമുറ ജനിക്കുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. കാരണം ദൈവം എന്താണ്? ലോക സൃഷ്ടിക്ക് മുമ്പായി നമ്മുടെ തേജസ്സിനായി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹാഗാർ ആന്റി എന്താണെന്നറിയാമോ? ഈ പ്രവചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ തനിക്ക് എതിർപ്പുള്ള സ്ഥലത്തേക്ക് പോയി നിൽക്കുക. ഇപ്പൊ ഹാഗാർ പറയുന്ന എന്തുവാ? കുട്ടിയുടെ മരണം എനിക്ക് ഈ ഹാഗാർ അല്ലേ തലമുറ വലിയൊരു ജാതിയാവും എന്നുള്ള ദൂത് കേട്ടെ. ഇപ്പം ഹാഗാർ മോനെ കുറിച്ചുള്ള ദൂതൊന്നും മറന്നുപോയി. ഇപ്പൊ പറയുന്നത് എന്തുവാ? സ്വത്ര. അപ്പൊ പ്രവചനം ദൈവം നമ്മളോട് പറയുന്നത് സന്തോഷവേളയിലായിരിക്കും ദൂത് കേൾക്കുന്നത്, ഉപവാസ വേളയിലായിരിക്കും ദൂത് കേൾക്കുന്നത്. പക്ഷെ പ്രോബ്ലത്തിന്റെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ നിനക്ക് കാണുന്നതിനെ അവിശ്വസിച്ചിട്ട് നിന്റെ തലമുറയെ കുറിച്ചുള്ള പ്രവചനം വിളിച്ചു പറയാൻ ധൈര്യമുണ്ടോ? നീ കേട്ടായി ഈ പട്ടണത്തെ കുറിച്ച് ദൈവം പറഞ്ഞ, നിന്റെ ശുശ്രൂഷയെ കുറിച്ച്, ചർച്ചിനെ കുറിച്ച്, പട്ടണത്തെ കുറിച്ച് ദൈവം പറഞ്ഞ ദൂത് വിളിച്ചു പറയുന്ന ചില പ്രവാചകന്മാർ, ചില പ്രവാചകന്മാർ ഇന്ന് പകൽ എഴുന്നേൽക്കട്ടെ. ഇപ്പം ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഹാഗാർ എന്ത് പറയണമായിരുന്നു? എന്റെ കുട്ടി വലിയൊരു ജാതിയാകാൻ പോവാ, ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോവാ, ഞാൻ രാജ്യങ്ങളെ തൊടാൻ പോവാ, ഞാൻ പട്ടണങ്ങളെ തൊടാൻ പോവാ, ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ പോവാ, ഞാൻ അന്ത്യകാല ഉടനെ പ്രയോജനപ്പെടാൻ പോവാ. ഇന്ന് പകൽക്കാലം പ്രവചനം വിളിച്ചു പറയുന്ന, കാണുന്നതിനെ അവിശ്വസിക്കുക, കാണാത്തതിനെ വിശ്വസിക്കുക, കാണുന്നതിനെ അവിശ്വസിക്കുക, കാണാത്തതിനെ വിശ്വസിക്കുക. അപ്പൊ തലമുറ കുട്ടി മരിക്കുമെന്ന് ആരാ ദൂത് പറഞ്ഞത്? ഏത് പ്രവാചകനാ ദൂത് പറഞ്ഞ കുട്ടി മരിക്കുമെന്ന്? ആരാ ദൂത് പറഞ്ഞ കുട്ടി മരിക്കുമെന്ന്? ഹാഗാറേ, 17 വർഷമായിട്ട് നിന്റെ ഡയറിക്കകത്ത് എഴുതുന്ന പ്രവചനമൊക്കെ എന്താ? 17 വർഷം പറയാത്ത കാര്യം ഇപ്പൊ നീ എന്തുകൊണ്ട് പറയുന്നു? നിന്റെ പ്രോബ്ലം അല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. നിന്റെ ഭാവി തീരുമാനിക്കുന്ന പരിശുദ്ധാത്മാവാ. നിന്റെ തലമുറ ഭാവി തീരുമാനിക്കുന്ന സാഹചര്യമല്ല. പ്രവചനം വിളിച്ചു പറയുന്നവർ എഴുന്നേൽക്കട്ടെ. കാണുന്നതിനെ അവിശ്വസിക്കുക, കാണാത്തതിനെ വിശ്വസിക്കുക.